അതെ ഈ ടെലിവിഷൻ എത്ര രൂപ കൊടുത്തു? ഇത് ടെലിവിഷൻ അല്ല, കപ്പേ. അതുമല്ല സഞ്ചിക്കകത്തിട്ടാണോ ടെലിവിഷൻ കൊണ്ടിരുന്നേ? അയ്യേ കൊള്ളാം, സഞ്ചിയിലിരുന്ന ടെലിവിഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? ഭ്രാന്തനോ? ആരാടാ ഭ്രാന്തൻ? ഒന്നുകൂടെ വിളിക്കടാ. ഈ നാട്ടുകാർ മൊത്തം കേക്കട്ടാ. സ്ഥിരബുദ്ധിയുള്ള ഒരു സീനിയർ സിറ്റിസനെ ക്രൂരപദങ്ങൾ കൊണ്ട് ഒരാൾ ആക്ഷേപിച്ചിരിക്കുന്നു. ഞാനും അങ്ങോട്ട് ആക്ഷേപിക്കുന്നു. ഇത് മോശം കപ്പയാടാ, മോശം കപ്പ. കപ്പ അടുപ്പേ വെച്ച വേവത്തില്ല, തിന്ന വയറ് നോവും വയറിളകും. വൃത്തിയായിട്ട കപ്പയാടാ. എന്താടാ തല്ലണോ എന്നെ? തല്ലടാ തല്ലടാ എന്നെ. പിന്നെ ഇന്നലടാ നാളെ മറ്റന്നാൾ അതിനടുത്ത ദിവസം തല്ലടാ എന്നെ. എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാടാ. അകന്ന അമ്മാവനോ? നിനക്ക് എന്നെ തല്ലണോടാ? തല്ലടാ. തുണ ഉണ്ടെങ്കിൽ തല്ലടാ എന്നെ. തല്ലടാ നീ. ഒരുത്തനും തല്ലണ്ടേ നമ്മളെ? എന്താടാ അവര് വന്നേക്കുന്നു? ആര് വന്നേക്കുന്നു? അളിയന്റെ അളിയനും പെങ്ങളും. നാട്ടീന്ന് സദാശിവൻ ചേട്ടനും ഭാര്യയും. അയ്യേ, കപ്പയും കാച്ചിലും പുളിയും തേങ്ങാറ്റൊക്കെ. അയ്യേ എനിക്ക് വയ്യ. കപ്പയും കാച്ചിലും പുളിയും ഒക്കെ ആയിട്ട് നാണക്കേട്. ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം നമുക്ക്? ഡീലാ മക്കളെ, ചേച്ചി ഇപ്പൊ തന്നെ ഡീലാ. വാടാ. അയ്യോ ഇതാരാ? എന്റെ പൊന്നപ്പോ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. സാറേ നീ വല്ലാതെ മെലിഞ്ഞു പോയി. ചേട്ടനും മെലിഞ്ഞു ആണോ? വിഷുവേട്ടൻ 24 മണിക്കൂർ നിങ്ങളെ കുറിച്ച് പറയാനേ നേരെ ഉള്ളൂ. എന്റെ അനിയത്തി, എന്റെ അളിയൻ, എന്റെ അളിയൻ, എന്റെ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അളിയനോടും അങ്ങനെ തന്നെ. അയ്യോ ദേ വിഷുവേട്ടൻ വന്നല്ലോ. വിഷുവേട്ടാ എപ്പോ വന്ന് കേറിയതേ ഉള്ളൂ. വിഷുവേട്ടൻ ഞാൻ പറയായിരുന്നു ഇന്നലെ കൂടെ നമ്മള് സലയുടെ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. ഇന്നലെ രാവിലെ. രാവിലെ എന്ന് പറഞ്ഞാ രാവിലെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ വരൂ നമുക്ക് അകത്തോട്ടിരിക്കാം. അകത്തോട്ടിരിക്കാം. അതെ അടുക്കളയിലോട്ട് വെച്ചേക്കേ.